സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി ജഡ്ജിമാർ, വിരമിച്ച ജഡ്ജിമാർ എന്നിവരാണ് അന്വേഷണ സംവിധാനത്തിന്റെ പരിധിയിൽ വരിക. ജസ്റ്റിസ് സ്വതന്ത്രകുമാറിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടി തന്റെ ഹർജിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ കക്ഷികളായ ജസ്റ്റിസ് സ്വതന്ത്രകുമാർ, സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ, അറ്റോർണി ജനറൽ എന്നിവരോട് അഭിപ്രായം ആരാഞ്ഞ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മുതിർന്ന അഭിഭാഷകരായ കെ വേണുഗോപാലും ഫാലിയസ് ഹരിമാനും പുതിയ സംവിധാനത്തിനുള്ള മാർഗരേഖകൾ ഉണ്ടാക്കാൻ സുപ്രീം കോടതിയെ സഹായിക്കും. पिटीशन फाइल की गई थी, उसमें आज चीफ जस्टिस ऑफ इंडिया ने नोटिस इशू किए हैं सारे रिस्पोंडेंट्स को. रिस्पोंडेंट नंबर 1 सेक्रेटरी जनरल सुप्रीम कोर्ट ऑफ इंडिया, रिस्पोंडेंट नंबर 2 फॉर्मर जस्टिस स्वतंत्र कुमार, रिस्पोंडेंट नंबर 3 यूनियन ऑफ इंडिया. Notice has also been issued. ഒരു നിയമ വിദ്യാർത്ഥിനി ആയിരുന്നിട്ട് കൂടി പെൺകുട്ടി പരാതി നൽകാൻ 2 വർഷം കാത്തിരുന്നത് എന്തിനാണെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ജസ്റ്റിസ് സ്വതന്ത്രകുമാറിനെതിരെയുള്ള പെൺകുട്ടിയുടെ പരാതി തൽക്കാലം പരിഗണിക്കുന്നില്ലെന്നും കോടതി. കേസ് വീണ്ടും അടുത്ത മാസം 14-ന് പരിഗണിക്കും. ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ലിജോ വർഗീസ്, മീഡിയ